നമസ്കാരം. ഇന്ന് ഞാനൊരു പുതിയ റോളിലാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. മേജർ AK രവീന്ദ്രൻ. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയില്ലായിരിക്കാം. മേജർ രവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണ് അദ്ദേഹം നമുക്ക് പരിചിതൻ. അദ്ദേഹം ഈ സമീപകാലത്തെ ചില സംഭവങ്ങളെക്കുറിച്ച് നമ്മളോട് തുറന്നു പറയുവാനായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ABC ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അങ്ങൊരു സൈനികനാണ്, ഒരു സിനിമ ഡയറക്ടറാണ്, സിനിമ എഴുത്തുകാരനാണ്, സിനിമയുടെ എഴുത്തുകാരനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ഈ റീസെൻ്റ്ലി അങ്ങ് എമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ സമീപഭാഗത്തിറങ്ങിയ ആ സിനിമയോട് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങൊരു സൈനികനായിട്ടാണോ പ്രതികരിച്ചത്, അതോ ഒരു സിനിമാ സംവിധായകൻ എഴുത്തുകാരൻ എന്ന നിലയിലാണോ, അതോ മോഹൻലാലിൻ്റെ സുഹൃത്ത് എന്ന നിലയിലാണോ, അതോ ഒരു ഉത്തമ പൗരൻ എന്ന നിലയിലാണോ അങ്ങ് പ്രതികരിച്ചത്? ലാസ്റ്റ് പറഞ്ഞായിരിക്കും ബെറ്റർ. ബിക്കോസ് ഉത്തമ പൗരൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നു. ഞാൻ എൻ്റെ കുട്ടികളെ, എനിക്ക് എൻ്റെ മേജർ സർവീസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, പട്ടാളത്തിലേക്ക് ചേർക്കുന്ന. അതിനകത്ത് പോലും ഞാൻ എടുക്കുന്ന ക്ലാസ് കുട്ടികളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ രാഷ്ട്രബോധവും രാഷ്ട്രസ്നേഹവും പൗരത്വ കടമകളും എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ ഈ ഡ്രഗ്സിന് അഗൻസ്റ്റുള്ള ഫൈറ്റ്. സോ ഐ ബിലീവ് ദാറ്റ് യെസ് ഐ ആം എ പ്രൗഡ് ഇന്ത്യൻ ആൻഡ് ഐ വിൽ ഫൈറ്റ് ഫോർ മൈ കൺട്രി ഈവൻ ടിൽ മൈ ഡെത്ത് എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ അതിനകത്ത് പലരും ചോദിച്ചു എന്തേ ആദ്യം പറയാഞ്ഞത്. ഞാൻ ആദ്യം സിനിമ കണ്ടപ്പോൾ നന്നായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു, സിനിമ കണ്ടിട്ട് ഞാൻ അതിൻ്റെ ടെക്നിക്കൽ വശം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. പിന്നീട് നമ്മൾ ഇങ്ങനെ തിരിച്ചു പോരുമ്പോൾ ഈ റിവൈൻഡ് ചെയ്യും. വൈ ദേ ഡിഡ് ഇറ്റ്, ഹൗ കുഡ് ദേ ഡു ഇറ്റ്. ദെൻ രവി, നീയായിട്ടിത് ഇപ്പം അതാരും നോട്ടീസ് ചെയ്തില്ലെങ്കിൽ നീയായിട്ടിത് പറയണ്ട. അതാണ് ആ ഉത്തമ പൗരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കടപ്പാടുണ്ട് സമൂഹത്തിനോട്. സമൂഹത്തിൽ ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നത് ജാതി മത ഭേദമന്യേ മനുഷ്യരായിട്ട് കാണാനുള്ളത്. അതെൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ കാണിക്കാറുണ്ട്. ആ ഒരു സംഭവം അതെൻ്റെ കുരുക്ഷേത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാനീസ് അവരുടെ ഡെഡ് ബോഡി പോലും വിട്ടിട്ട് പോയിട്ട് ഞാൻ എൻ്റെ പട്ടാളക്കാരെ കൊണ്ട്, എൻ്റെ പട്ടാളത്തിലെ മുസ്ലിം ഓഫീസേഴ്സിനെ കൊണ്ട് അവരുടെ ഖബറടക്കം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതെല്ലാം ക്രിയേറ്റീവ് സംഭവങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതാണ് സ്പിരിറ്റ്. അല്ലാതെ ഞാൻ അവിടെ ശത്രുതയില്ല, ശത്രുത ഓൾറെഡി ഉണ്ട്, അവിടെ ഞാൻ ശത്രുത പിന്നെ കേറ്റില്ല. അപ്പം എൻ്റെ ഒരു പോസിറ്റീവ് അപ്രോച്ച് ടുവേഴ്സ് ദിസ് കൺട്രി ഇസ് ദാറ്റ് ഐ ആം എ റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ ഹൂ ഷുഡ് കീപ് ദ സൊസൈറ്റി കാം ആൻഡ് ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടിട്ട് അതിനകത്ത് കണ്ടിരുന്ന ആ ഒരു ആൻറ്റി നാഷണൽ എലിമെൻറ്റ്, വെൻ ഐ സോ ദാറ്റ്, ഞാനിങ്ങനെ ഒതുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കോൾസ് വരാൻ തുടങ്ങി. വെൻ ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ മെസ്സേജ്, സാർ പടം കണ്ടോ, സാർ പടം കണ്ടോ, ഓക്കെ. എന്നിട്ടും ഐ വെയിറ്റഡ് ഫോർ 24. ഓക്കെ. പിന്നെ അത് കത്തിപ്പടർന്നിട്ട് ദ ഹോൾ ബ്ലെയിം സ്റ്റാർട്ടഡ് കമ്മിങ് ഓൺ ടു മോഹൻലാൽ. മോഹൻലാൽ ഈസ് മൈ ഫ്രണ്ട്. അതിനൊന്നും ഒരു സംശയമില്ലാതെ എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ എല്ലാമാണ്. കാരണം ഇന്നിപ്പോൾ ഞാൻ മേജർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിം. ആൻഡ് സം തേർഡ് റേറ്റഡ് യൂട്യൂബ് ഇതുണ്ട്, ഞാൻ തേർഡ് റേറ്റഡ് പറയാം. അതിനകത്ത് ഞാൻ നല്ല എൻത്യൂസിയാസമുള്ള യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ആ പാവങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ തേർഡ് റേറ്റഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് എത്ര വലിയ ആളിനെയും തെറി വിളിക്കാം. അത് നിങ്ങളുടെ സംസ്കാരമാണ്. ഞാനിവിടെ ഇരുന്നിട്ട് അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ സംസ്കാരമായിട്ട് മാറും. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഐ കാൻ യൂസ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ അബ്യൂസീവ് ലാംഗ്വേജ്. ഐ ക്യാൻ യൂസ് ഡബിൾ ദ ലാംഗ്വേജ്. ഐ നോ ദാറ്റ്. ബട്ട് ദെൻ ഞാൻ ഈ സമൂഹത്തിൽ ആൾക്കാർ എന്നെ നോക്കിക്കാണുന്നുണ്ട്, കുട്ടികൾ എന്നെ നോക്കുന്നുണ്ട്, പലരും എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഐ കനോട്ട് ഗോ ഡൗൺ ആൻഡ് കോമ്പീറ്റ് വിത്ത് ദിസ് ഗൈസ് ടു അവരുടെ ആ ഒരു ഈക്വലായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രവാദി എന്ന് പറഞ്ഞാൽ എൻ്റെ രാഷ്ട്രം എന്നുള്ളതിൻ്റെ മുകളിലാണ് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ അപ്പോഴത്തേക്കും പറഞ്ഞു, മോഹൻലാലിനെ സംരക്ഷിക്കാനാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും സിനിമ ഞാൻ കൊള്ളില്ല എന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു ഇൻസ്റ്റിഗേറ്റിംഗ് ദ പീപ്പിൾ ടു ക്രിയേറ്റ് അൺട്രസ്റ്റ് ഇൻ ദ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു, ഈ ഗോത്രയും സംഭവമൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറേ ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതൊരു ടൂളായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്.
ഗോത്രകലാപം ഇത് സുപ്രീം കോടതി അടക്കം അതിൻ്റെ ശിക്ഷ അടക്കം എല്ലാം കഴിഞ്ഞിരിക്കുക. ആര് കുറ്റക്കാർ, ആര് ശരിയാണ്, ആര് റോങ് ആണ്, അത് തീരുമാനിച്ചു. പക്ഷേ ഇന്നും നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് ലെഫ്റ്റും റൈറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതെല്ലാം മറന്നൊരു ചാപ്റ്ററിനെ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് കംപ്ലീറ്റ് ഫോറിൻ രാജ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം, അതിനിടയിൽ ഇത് കുത്തിക്കയറ്റാന്ന് പറയാം. ദർ ഇസ് എ ഹിഡൻ അജണ്ട ബിഹൈൻഡ് ഇറ്റ്. എങ്കിൽ നിങ്ങൾ ട്രൂ ആയിട്ട് കാണിക്കും. പാവപ്പെട്ട സന്യാസിമാർ കുംഭമേള അല്ലെങ്കിൽ അവിടുത്തെ സ്നാനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരു വെൻഡർ വന്നിട്ട് അവരാണ് വഴക്കുണ്ടാക്കിയിരിക്കുന്നത് പ്ലാറ്റ്ഫോമിൽ. കറക്റ്റ്. ഓക്കെ, ഇതൊന്നും ആർക്കും അറിയില്ലേ? അറിയാം. കേസ് അന്വേഷണം ഇതൊക്കെ തെളിഞ്ഞിട്ടുള്ളതാണ്. അവർ വെൻഡേഴ്സ് വന്ന് വഴക്കുണ്ടാക്കിയത് എന്തിനാണ്? ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഈ വണ്ടി കാരണമായി പിന്നെ ഈ വണ്ടി അവിടെ നിന്ന് നീങ്ങിപ്പോയി. 1/2 കിലോമീറ്ററിൽ എങ്ങനെയാണ് വണ്ടി നിർത്തിയത്? അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ആൾ കയറിയിട്ട് ചെയിൻ വലിച്ച് പിടിച്ച് വണ്ടി എടുത്ത് പലരും ഒരുമിച്ച് ചെയിൻ വലിച്ച് നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി അവിടുന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് അങ്ങ് കത്തിക്കല്ലത്. ആ കത്തിക്കുന്ന സമയത്ത് ഇന്നും എൻ്റെ വിഷ്വൽസിൻ്റെ ആ 4 വാതിലും അടച്ചിട്ട് ഇതൊന്നും നിങ്ങൾ സിനിമയിൽ കാണിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ അമ്മയെ ഒരുത്തൻ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊക്കെ ചെയ്യും. പിന്നെ ആ സമയത്ത് ഒരു ഹ്യൂമൻ ബിഹേവിയറാണത്. കളക്റ്റീവ്, വെൻ എ കളക്റ്റീവ് പീപ്പിൾ കം ആൻഡ് അറ്റാക്ക് എ കോണേർഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ നിസ്സഹാരായിട്ടിരിക്കുന്ന കുറച്ച് ആളുകളെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ മറ്റാൾക്കാർക്ക് വികാരം കൂടും. കാരണം അവർ നിസ്സഹായമായിട്ടിരിക്കുന്നു, അവരെ അങ്ങനെ ഇങ്ങ് കൊന്നു എന്ന് പറയുന്നത് അതിൻ്റെയാണ്. പിന്നെ നിങ്ങൾ അത് മാത്രം പറയുന്നത് ഗോത്രകലാപം എങ്ങനെ തുടങ്ങി? ഇതെന്താണ് സിമ്പിളായിട്ട് പറഞ്ഞത്. ഹമാസും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം, മര്യാദയ്ക്ക് പോരുന്ന രാജ്യം. എന്തിനാണ് ആ ദിവസം വന്നിട്ട് ആ ഒരു പാവപ്പെട്ട പെൺകുട്ടീനെ റോട്ടിൽ വലിച്ചഴിച്ച് ബലാത്സംഗം ചെയ്ത് വെടിവെച്ച് കൊന്നു. എന്നിട്ട് അവന്മാരെ കിട്ടിയവരൊക്കെ വെടിവെച്ചു. ഒരു കുട്ടിയുടെ കഴുത്തറുത്ത് കൊന്നു. 1200ഓളം പേര് അന്ന് മരിച്ചു. എന്നിട്ട് അവന്മാരങ്ങ് പോയി. പിന്നെ ഇസ്രായേൽ കയറി നിരങ്ങിയപ്പോൾ നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരടക്കം ഇവിടെ ഈ സിനിമയിലുണ്ട്. അതെ. സോ ആ സമയത്ത് എൻ്റെ വികാരം അതിനനുസരിച്ച് കൂടും. കാരണം എനിക്കിഷ്ടംപോലെ മുസ്ലിം സഹോദരന്മാർ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവരുണ്ട് പല കാര്യങ്ങളിലും. ഓക്കെ. അപ്പം അവരുടെ കുട്ടിക്കിന്നിപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിക്ക് ഇപ്പോൾ അവൾക്കിപ്പം 10 വയസ്സ് 12 വയസ്സായിട്ടുള്ളൂ. ഇവൾ ഈ സിനിമ കാണുന്ന സമയത്ത് എൻ്റെ വാപ്പയും രവിയങ്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണല്ലോ, പക്ഷേ ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങളൊക്കെ കൊന്നിരിക്കുന്നു വെറുതെ. അതെ. അപ്പം നിങ്ങൾ ഇവിടെ ഇല്ലാത്തൊരു പ്രശ്നത്തിന് നിങ്ങൾ കുട്ടികളുടെ മനസ്സിലടക്കം കയറ്റിയാണ് വിഷം കുത്തിവെക്കുക. അന്ന് 22 വർഷം മുന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. 2002-ലാണത്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 23 years. അപ്പം അന്നില്ലാത്തത്, അന്ന് 5 വയസ്സായ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല. അപ്പം 28 years വരയ്ക്കുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഇന്ന് അവരെല്ലാം ചെറുപ്പക്കാരാണ്. അവർ കാണുന്ന എന്താണ്? ആൻഡ് പ്ലസ് ഇന്ന് മാക്സിമം വയലൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റും റൈറ്റും. അതിനെന്താണ്? ഇത്രയും അധികം മദ്യം വിട്ടേക്കുമോ? ഈ മയക്കുമരുന്നുകളെ കൊണ്ട് കുട്ടികളുടെ മനസ്സിലും ശരീരത്തിലും എല്ലാം ഇതങ്ങ് കുത്തി കയറ്റിയിട്ട് പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും. ഇതാണ് ഇവർക്ക് ആവശ്യം. അപ്പം നിങ്ങൾ ഇങ്ങനൊരു സാധനം പറഞ്ഞു കൊടുക്കുകയാണ്. അത് പറയുന്ന സമയത്താണ് അതിന് എൻ്റെ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറണം കയറി വരും. നിങ്ങളുടെ മോഹൻലാലല്ല ഞങ്ങളുടെയാണ്. വെരി ഗുഡ്, ഐ ലൈക്ക് ഇറ്റ്. ഞാനത് ചോദിച്ചോടെ, ഇതിനകത്തൊരു പക്ഷേ കോൺട്രവേഴ്സി വരാൻ കാര്യം, അപ്പം അങ്ങ് പറയുണ്ടായി മോഹൻലാൽ ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല എന്ന് അങ്ങേ പറഞ്ഞു. അതിനടുത്ത ദിവസം ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു ഇല്ല, അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരാണെന്നൊക്കെ എല്ലാം അറിയാം. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത്? അത് വിനോദ് വേറെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കൂ. പിറ്റേ ദിവസമൊന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടില്ല. ഓൾമോസ്റ്റ് 7 days ശേഷമാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ തന്നെ എന്തിനാ ഇത്രയും കാലമൊക്കെ ചിന്തിക്കാൻ നിന്നത് ഇല്ല എന്നുള്ളത്. സോ അത് വിട്ടേക്ക്. ഞാൻ ആ സൈഡിൽ ഞാനല്ല പറഞ്ഞു. ചുമ്മാ ഒരു ജനറൽ ചോദ്യം. അപ്പം അങ്ങനെ ഒരു എഴുത്തുകാരനായിരുന്നു, സിനിമയ്ക്ക് വേണ്ടി എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. ഒരു നായകനായിക്കോട്ടെ, നായകനോട് സിറ്റുവേഷൻ മുഴുവൻ പറയുമെങ്കിലും അവസാനം ആ സിനിമ എങ്ങനെ വരുമെന്ന് നായകൻ അറിയണമെന്നുണ്ടോ? ഇല്ല.
അതാണ് ആ ഞാൻ ചോദ്യത്തിലാണ് എൻ്റെ ചോദ്യം. അതന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അറിയുന്ന മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കും. അദ്ദേഹം ബേസിക്കലി ഒരു സിമ്പിൾ മാനാണ്. അപ്പോൾ സുഹൃത്തുക്കൾ പല കാരണങ്ങളെക്കൊണ്ടും അടുത്ത് നിൽക്കുന്നവന്മാർ മുതലെടുത്തിട്ട് പോയിട്ടുണ്ട്, ഇപ്പോഴും മുതലെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഒക്കെ ഇങ്ങനെ കണക്കും. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നേ വരെ ഞാൻ നമ്മൾ ആരെങ്കിലും പോയിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ആരെങ്കിലും പറ്റി കുറ്റം പറഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും ലാൽ പറയുന്നത് എന്താണ്, ഇല്ല അണ്ണാ എന്താ അങ്ങനെയൊക്കെ അവരെക്കുറിച്ച് പറയുന്നു. ഇതാണ് ആ വ്യക്തി. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും കൂടെ കയറി. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡയറക്റ്റും ചെയ്തിട്ട് 5 പടങ്ങൾ മോഹൻലാലിനെ വെച്ച് ചെയ്തിട്ടില്ല. വേറെ ആരും സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. ഈ 5 പടത്തിലും ഞങ്ങൾ കഥ പറയും. കഥ പറഞ്ഞിട്ട് ഞാൻ ആദ്യത്തെ പടത്തിന് മാത്രമാണ് സ്ക്രിപ്റ്റ് ലാൽ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ വാങ്ങിച്ച് അവിടെ സൈഡിൽ വയ്ക്കും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് ഞാൻ കഥ പറയുന്നതിന് മുന്നേ ബൗണ്ട് സ്ക്രിപ്റ്റ് കീർച്ചക്കരുടെ ഞാൻ കൊടുത്തു. പക്ഷെ ആ ബൗണ്ട് സ്ക്രിപ്റ്റും പടം വന്നതിന് ശേഷം പടം കണ്ടു കഴിഞ്ഞാൽ ആ ബൗണ്ട് സ്ക്രിപ്റ്റും ഇതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഇത് ഇൻവോൾവ്. കാരണം എന്താ വെച്ചാൽ ആ പടത്തിൻ്റെ കഥ പറയുന്നത് 2004 സെപ്റ്റംബറിലാണ്. അത് കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് ഡേറ്റ് കിട്ടിയത് 2005 ഓഗസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എന്തോ കാരണം എനിക്ക് പ്രൊഡ്യൂസറൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ലാൽ സാറ് പറഞ്ഞിട്ട് പോലും ആരും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആർക്കും എന്നെ വിശ്വാസമില്ല. അങ്ങനെ ഞാൻ ചൗധരി സാറിൻ്റെ അടുത്ത് ചെന്ന് പെടുകയാണ് മദ്രാസിൽ. അങ്ങനെയാണ് ചൗധരി സാർക്ക് അഡ്വാൻസ് വന്ന് ഞാൻ ലാലിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാർച്ച് മാസത്തിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് മാർച്ച് 11-ാം തീയതിയായിരുന്നു. ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 10-ാം തീയതി 11-ാം തീയതി ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപോയി. അമ്മ 19-ാം തീയതി രാത്രി മരിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഡേറ്റുകളൊക്കെ എനിക്ക് ഇത്രയും ക്ലിയർ ആയിട്ട്. ആ സ്ക്രിപ്റ്റിൽ ബിജുമേനൻ്റെ ക്യാരക്ടറൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. കാരണം ബിജുമേനൻ ആ CRPF ആണ്. പിന്നെ ബിജു അവിടെ വന്ന് പല കാരണങ്ങളെ കൊണ്ടും അതിങ്ങനെ കട്ട് ചെയ്തിച്ച് ഷോർട്ടാക്കി ബിജുവിൻ്റെ ക്യാരക്ടർ അങ്ങനെ അങ്ങ് പോയിട്ടുണ്ട്. അതുപോലെ പല ക്യാരക്ടേഴ്സിൻ്റെയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാറ്റം ഡേഞ്ചറസ് അല്ല. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? കറക്റ്റ്. ഇറ്റ് ഇസ് നോട്ട് ഡേഞ്ചറസ്. വാട്ട് ഐ കൺവിൻസ്ഡ് മോഹൻലാൽ, ഞാൻ മോഹൻലാലിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി നോട്ട് ടു ഡിച്ച് ഹിം ബൈ ഡൂയിങ് സംതിങ് ഫോർ മൈ ഇൻട്രസ്റ്റ്. എൻ്റെ ഇൻട്രസ്റ്റിൽ ലക്കലി രാജ്യസേവം എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് വേറൊരു ഒറിജിനൽ കോൺസെപ്റ്റ് അതാണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ പ്രൂവ് ചെയ്തു. കാരണം പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ആളുകൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെങ്കിൽ അതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, മാർക്സിസ്റ്റ്, SDPI, SNDP എന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരുണ്ട്, BJP എല്ലാം, അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് വിളിച്ചു. അതാണ് നമ്മളൊരു സിനിമയിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വിഷ്വൽ മീഡിയയാണ്. ഈ വിഷ്വൽ കൂടെ ഈ സൗണ്ടും കൂടെ നമ്മുടെ കാതിൽ കറക്റ്റ് ആ 5.6 ഡെസിമലിൽ ഇതിങ്ങനെ കയറുന്ന സമയത്ത് ഇതും അതും കൂടെ ഉള്ളൊരു കളിയുണ്ട്. ആ കളിയിലാണ് നമ്മൾ അതിലങ്ങ് ഇൻവോൾവ് ആവും. ആ ഇൻവോൾവ് ആവുന്ന സമയത്ത് യു ബിക്കം ദ ക്യാരക്ടർ വിച്ച് ഈസ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ദീസ് പീപ്പിൾ വിൽ ബിക്കം മോഹൻലാൽ, ദിസ് വിൽ ബിക്കം ജീവ, ദീസ് പീപ്പിൾ വിൽ ബിക്കം ബിജു മേനോൻ. ഇങ്ങനെ എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് 2 മണിക്കൂർ പടം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ദേ വർ ഇൻ ദാറ്റ് ഫീൽഡ്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പണ്ട് ഈ ബ്രൂസിലിയുടെ സിനിമ ഇറങ്ങി വരുമ്പോൾ എല്ലാം അപ്പക്കം ഇടിച്ച് കൊല്ലാൻ തോന്നുന്ന നമ്മളെല്ലാം കരാട്ടക്കാരാവുകയാണ്. ബ്രൂസിലിയുടെ പടം കഴിഞ്ഞ് വരുന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയൊക്കെ നോക്കി മസിലുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ നിന്ന് നോക്കും. ഇതാണ് ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനൊരു സിനിമ അത് ഡേഞ്ചർ ആണെന്നുള്ള. ഞാൻ പലരും ചോദിച്ചു, എൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും മോശം പറയേണ്ട കാര്യമില്ല. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സിനിമക്കാരായി പോയല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് പറഞ്ഞിട്ടുള്ള ആൾക്കാർ സിനിമക്കാർ, അവർക്കൊന്നും മനസ്സിലാവില്ലേ. നമ്മൾ ഒരു സിനിമയെക്കുറിച്ചും നമ്മൾ മോശം പറയില്ല. അതിനകത്തുള്ള പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അത് ആ പ്രശ്നം പോലും അപ്പം ഫസ്റ്റ് നമ്മൾ പറയില്ല. കാരണം ഇത് കേൾക്കാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് പടത്തിന് പോകാതിരിക്കാൻ പറ്റുമെന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മളായിട്ട് ഇത് പറയാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതും എന്നിട്ട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ അതിൽ തന്നെ ഇപ്പം നിൽക്കുന്നുണ്ട്. ബിക്കോസ് ഫിലിം ഈസ് മേക്കിംഗ് വൈസ് ഗുഡ്. യെസ്, ഇങ്ങനൊരു പടം. അതിനകത്ത് ഏറ്റവും അപകടകരമെന്ന് തോന്നിയ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ വരുന്നുണ്ടോ? ഈ തൃശ്ശൂലൻ വളരെ സിംബോളിക്കലായിട്ട് അതിപ്പോൾ കട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ തുടക്കത്തിലും അവസാനം 20 വർഷം കഴിഞ്ഞും ആ തൃശ്ശൂലം, ഒരു അമ്പലത്തിൽ അങ്ങനെ ഒരു തൃശ്ശൂലം അവിടെ വരേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ. അതവിടെ നിൽക്കട്ടെ. ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ മുകളിൽ നിൽക്കുന്ന കുരിശിനെ നിങ്ങൾ തലകഴുക്കാന്നൊക്കെ ആയിട്ട് എല്ലാം ഉണ്ട്. അപ്പൊ അത് ഇലുമിനാറ്റി. പിന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ആണെന്നാണ് പൊതുവെ ക്രിസ്ത്യാനികളുടെ സങ്കല്പം. ദൈവപുത്രൻ ഇല്ലാതാകുമ്പോഴാണ്
ലൂസിഫർ വരുന്നത്. ലൂസിഫർ അതൊക്കെ അവർക്ക് എനിക്ക് കുറച്ചുകൂടെ സ്ലോ ആയിരുന്നു ഇതിന്റെ അവരുടെ റിയലൈസേഷൻ. ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് ഇല്ല, തോന്നുന്നു. ക്രിസ്ത്യൻ ലോബി അണ്ടർസ്റ്റുഡ് ബിക്കോസ് ദേ റിയലൈസ് ദാറ്റ്. അപ്പൊ ഇതൊക്കെ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ മേജർ വി ആണ് ഇതൊക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തതെന്നുള്ള പറയും. കറക്റ്റ്. അപ്പൊ ഇതിന് പിന്നീട് നിങ്ങൾ ഒരാളെ മാത്രം അക്യൂസ് ചെയ്യുക. മോഹൻലാലിനെ വെച്ചാൽ മോഹൻലാൽ ഇത് വായിച്ചില്ലേ, മോഹൻലാൽ അത് ചെയ്തില്ലേ, മോഹൻലാൽ ഇത് ചെയ്യില്ലേ. അരെ ഇതിന്റെ എഴുത്തുകാരനെ നിങ്ങൾ ആദ്യം ചോദിക്കുക, വാട്ട് ഡിഡ് യു റൈറ്റ്. ഡയറക്ടറോട് ചോദിക്കുക. ഒരു പടത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? അതെ, ദി ഡയറക്ടർ. If he is the writer, then writer is gone. Then again the responsibility to him. Then the producer who ഞാൻ ചോദിക്കട്ടെ, producer also funding the idea. Fund അതല്ല, producer also has got all the right to interfere in the film and story. Okay. എൻ്റെയൊക്കെ എല്ലാ പടത്തിലും ഇപ്പോൾ ചൗധരി സാറാണെങ്കിലും ശരി, അവർ കഥയൊക്കെ കേട്ടിട്ട് അന്ത പോർഷൻ വേണമാ, ഓക്കെ, ഇല്ല സാർ അതെന്താ പറയും, അപ്പോൾ ഓക്കെ, അവർ അത് ചോദിക്കാറുണ്ട്. പക്ഷെ ബാക്കി പലരും അതിനകത്ത് ഇൻവോൾവ് ആവില്ല. പിന്നെ നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും ഒരു എക്കണോമിക്കൽ ബെനിഫിറ്റ് മാത്രമാണ്, ഒരു മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണെന്ന് നോക്കുന്ന സമയത്ത് യു ആർ നോട്ട് റെസ്പോൺസിബിൾ ടുവേഴ്സ് ദ കൺട്രി വേർ യു സ്റ്റാൻഡ്. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിനോട് നിങ്ങൾക്ക് കൂറ് വേണം ആദ്യം. അതെനിക്ക് ഒന്നും കൂടെ വിശദമാക്കി ചോദിക്കാനുണ്ട്. ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് എനിക്കൊരു പ്രത്യേക വിഷയമായിട്ട് ചോദിക്കാണ്. ഇപ്പം അങ്ങ് പറയണ്ടായി മോഹൻലാൽ ഖേദമുണ്ട്, മോഹൻലാൽ ഖേദം ഉടൻ പ്രകടിപ്പിക്കുമെന്ന് അങ്ങ് കാറിലിരുന്നുള്ള ഇൻ്റർവ്യൂ ഞാൻ കേട്ടതാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നോ? ഇങ്ങനെ ഒരെണ്ണം എഴുതി വെച്ചിരുന്നത് അങ്ങ് അറിഞ്ഞിരുന്നോ? എനിക്കറിയാമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് അദ്ദേഹം ഞാൻ അടുത്ത സുഹൃത്ത് ആണല്ലോ. അതുമല്ല, ഞാൻ മോഹൻലാൽ ഒരു പടമൊക്കെ കണ്ടിട്ട് അതിങ്ങനെ സൂപ്പർ ഹിറ്റൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാലത്തെ അതിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അല്ലായിരുന്നു എല്ലാവരും പറയുന്നുണ്ട്. പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ തന്നെ ഞാൻ പോയി ഉമ്മ വയ്ക്കുന്ന സമയത്ത് പോലും ആ വൈബല്ല എനിക്ക് കിട്ടിയത്. ബിക്കോസ് ഹി വാസ് എ ലിറ്റിൽ അപ്സെറ്റ് അബൌട്ട് ദ ഹോൾ തിങ് എന്നുള്ളതുണ്ട്. ആ സത്യം എന്തിനാണ് നിങ്ങൾ മറച്ചു വയ്ക്കുന്നത്? പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ വൈ യു വാണ്ട് ഹിം ഓൾസോ ടു ബി ഇൻവോൾവ് ഇൻ തിങ്സ് സോ ദാറ്റ് മീ ലൈക്ക് പീപ്പിൾ വിൽ പ്രൊട്ടക്ട് ഹിം, അതിൽ നിങ്ങൾക്ക് എസ്കേപ്പ് ആവുമെന്നുള്ളതാണ്. നോ വേ. ഓക്കെ, കുറ്റക്കാരെ ഇതിനകത്ത് ആരായാലും ശരി. ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ എനിക്കിവിടെ സിനിമയില്ല, ഞാൻ സിനിമയിലെങ്കിലും ജീവിക്കും. കാരണം ഐ ഗെറ്റ് അബൌട്ട് ഓൾമോസ്റ്റ് ലൈക്ക് 3,300 rupees പെൻഷൻ എ ഡേ. അന്ന് ചിലവാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് തന്നെ ഞാൻ ദാനം ധർമ്മം ചെയ്ത് നടക്കുന്നുണ്ട്. എൻ്റെ അക്കാഡമി ഉണ്ട്, ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ വിരട്ടലൊന്നും എന്നോട് വേണ്ട. കാരണം ഇനി സിനിമയിൽ അതിൽ ഞാൻ നിങ്ങളോട് ആരോടും ചോദിക്കാതെ ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റ മോഹൻലാലാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇവിടെ കേരളത്തിൽ പോലും അത് മോഹൻലാലിൻ്റെ കമ്പനിയുടെ അവർ പോലും ഈ പടം വേണ്ട സാർ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അത് എഴുതി വെച്ചിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു അല്ലേ? 5 വർഷത്തോളം. അതല്ല ഞാൻ ഈ അദ്ദേഹം ഒരു ഖേദപ്രകടനം ആകെ പുറത്ത് വന്ന ഒരു സാധനം മോഹൻലാലിന്റെ ഖേദപ്രകടനം മാത്രമാണ്. അത് എഴുതി വെച്ചിട്ട് തന്നെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് അത് ആലോചിച്ചെന്ന് തോന്നുന്നു അല്ലേ? When I know that he was feeling this thing and he was planning to say that I'm sorry if you people got hurt. ബിക്കോസ് ഞാൻ ചോദിക്കട്ടെ, ഖേദപ്രകടനമാണ്, അല്ല ക്ഷമ ചോദിക്കുന്നത് മാത്രമല്ലാതെ. കാരണം ഹി ഹാസന്റ് ഡൺ എനിത്തിങ് റോങ്. അപ്പൊ അദ്ദേഹത്തിന് അതിനകത്ത് ഇൻവോൾവ് ആയല്ലോ. ആ ഫാൻസിനോടുള്ള അദ്ദേഹത്തിന്റെ ആരാധകരോടുള്ള ഒരു ഇതിനകത്ത് ഈ ഫാൻസ് എന്ന് പറയുന്നത് അവിടെയുണ്ട് 2 വശം. അല്ല, അതിനകത്ത് അവർ പറഞ്ഞ എന്താണ്, പിന്നെ മേജർ രവി ആവശ്യമില്ലാതെ മീഡിയ അറ്റൻഷൻ, അങ്ങേക്ക് മീഡിയയുടെ അറ്റൻഷന്റെ അത്യാവശ്യം ഉണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കേണ്ടത് ആരാണ് എഴുതി കൊടുത്തിരിക്കുന്നത്? ആരാണ് ആക്ച്വലി ഫാൻസ് എന്ന് പറയുന്നത് അവർ എനിക്ക് മെസ്സേജ് അയക്കും. ആക്ച്വൽ ഫാൻസ്. ഓക്കെ, മോഹൻലാലിന് വേണ്ടി ജീവൻ കൊടുക്കാനുള്ളത്. പിന്നെ ഒരു 5-8 എണ്ണത്തിന് ആന്റണി പെരുമ്പാവൂർ വളർത്തി വെച്ചിട്ടുള്ള ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ഇവർ ബേസിക്കലി അടിമകളാണ്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അപ്പൊ അവരോട് എനിക്ക് ഒരു വിഷമവുമില്ല. കാരണം അവര് വയറ്റിപ്പഴപ്പതാണ്. ഒരു സിനിമ നടക്കുന്ന സമയത്ത് അങ്ങ് മോഹൻലാലിന്റെ ഇമേജിനെ മോശമാക്കിയെന്നാണ് പിന്നെ വന്നത് ഫാൻസ് അസോസിയേഷൻ. അത് ആളുകൾ കേട്ട് ഞെട്ടിപ്പോയതാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ അത് ആര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? അപ്പൊ അത് ആർക്കാണോ ഇൻട്രസ്റ്റ്, മേജർ രവി മോഹൻലാലുമായിട്ട് അടുക്കാതിരിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും. അത് ഇഷ്ടംപോലെ മോഹൻലാലിന്റെ ചുറ്റും ഉണ്ടല്ലോ. ഒരു അസൂയുണ്ട്. അത് ഞാൻ വയനാട് പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണത്. വയനാട് പോയ സമയത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഫുൾ പ്ലാൻ, മാസ്റ്റർ പ്ലാൻ ചെയ്തത് ഞങ്ങൾ വിശ്വശാന്തിക്കാർ എന്ന് പറഞ്ഞ വിശ്വശാന്തിയുടെ നടത്തുന്നത്
അതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആകെയുള്ള ബന്ധം. അങ്ങനെയാണല്ലോ അതിന്റെ MD. ഞാനാണ് അതിൻ്റെ MD. പക്ഷെ അതിനകത്ത് ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു സ്മിതയും സജീവും ഉണ്ട്. ഈ രണ്ട് കുട്ടികൾ, സജീവനെ ഞാൻ ആദ്യമായിട്ട് ഈ വിശ്വശാന്തി ഫൗണ്ടേഷനെ പറ്റി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് എല്ലാം എന്താണ് ഒന്ന് ജസ്റ്റ് എന്താണെന്ന് പറയാം. വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ അകത്ത് നമ്മൾ എഡ്യൂക്കേഷൻ, ബാക്ക്വേർഡ് ക്ലാസ്സസ്, ഇത് എന്തിനു വേണ്ടി തുടങ്ങിയാണെന്നും കൂടെ. ഇത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ലാൽ സാറിൻ്റെ, അത് ഈ അമ്മയച്ഛനും ഈ ഐഡിയ വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് ആക്ച്വൽ ഫാൻസാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഈ സജീവും ഞങ്ങളൊക്കെ ഇരുന്നിങ്ങനെ ഇങ്ങനെ സാറിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിൽ ഒരു ഫണ്ട്, ഇത് ട്രസ്റ്റ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ച് സാറും ഒക്കെ ഇൻവോൾവ് ആയിട്ട് പറഞ്ഞു. സാറിനും ഇഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് ഒരു മീറ്റിങ്ങിൽ സാറിൻ്റെ കൂടെയുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, അവർ രണ്ടുപേരും പറഞ്ഞു, സാർ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അവർ എഴുന്നേറ്റ് പോയി. അന്ന് മേനോൻ സാർ അടക്കം ആയിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മേനോൻ സാർ എന്ന് പറയുന്നത് RSSൻ്റെ വലിയ ആളാണ്. വയസ്സ് ഇന്നിപ്പം അദ്ദേഹം ഇത്രയും തലമൂത്തപ്പനാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും മേനോൻ സാറ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫുൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ആ സൈഡൊക്കെ പറഞ്ഞതും. എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾക്കൊരു വാശിയായി. അതിനകത്ത് ഞങ്ങൾ 12 പേരാണ് അന്നുണ്ടായിരുന്നത്. ഓക്കെ. ഡോക്ടർ നാരായണൻ സാറ്, ഇങ്ങനെ വാസുദേവൻ സാറ്, ഇങ്ങനെ കുറേ ആളുകൾ, മേനോൻ സാറെല്ലാം, സ്മിത ആൻഡ് സജീവ് ആൻഡ് മീ, ഞങ്ങളെല്ലാവരും കൂടെ പൈസ ഇട്ടിട്ട് ഞങ്ങൾ ഈ ട്രസ്റ്റ് അങ്ങ് തുടങ്ങി. ലാൽ സാറിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുക. കാരണം ലാൽ സാറിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പേര്, അത് ജീവിതകാലം മുഴുവൻ ലാൽ സാർ മരിച്ചാലും ഈ ട്രസ്റ്റ് അവിടെ അങ്ങനെ നിൽക്കും. എന്നിട്ടും ലാൽ സാറിൻ്റെ ഒരു മെമ്പേഴ്സും, ഒരു ഫാമിലി മെമ്പേഴ്സും ഞങ്ങൾ ചേർത്തില്ല. അപ്പം കാരണം വെച്ചാൽ ഇത് ആദ്യം ഒന്ന് പച്ചപ്പെടും, അതിനകത്തോട്ടൊന്ന് കയറാൻ ഇപ്പോൾ ആളുകൾക്ക് താല്പര്യമുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഇതെപ്പോഴും അങ്ങനെ തന്നെയല്ലേ. ഈ വീണ മരത്തിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിട്ട് തുളയ്ക്കെന്ന് പറയും. അതുപോലെ തന്നെ കയറിപ്പോകുന്ന ആളുടെ പുറകിൽ പോകാൻ, അല്ലെങ്കിൽ അവരോട് എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനും കൂടിയിട്ട് തള്ളിയിട്ടാണ് അവരോട് എത്തിയതെന്ന് പറയാൻ വേണ്ടി നടക്കുന്ന ഒരെണ്ണമുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു സാധനം മെൻഷൻ ചെയ്ത്. മോഹൻലാലും മേജർ രവിയായിട്ടുള്ള ബന്ധം ഇത് മാത്രമേ ഉള്ളൂ, വേറെ ബന്ധമൊന്നും ഇല്ലെന്നാണ് അതിനകത്ത് പറയാൻ ശ്രമിച്ചതെന്ന്. അതൊക്കെ ഒരു സുഖമില്ലായ്മ ഉണ്ടോ അതിനകത്ത്? ഇന്ന് എത്ര കുട്ടികൾ, എത്ര ആദിവാസി സംഘടനകളെ ഞങ്ങൾ കൊച്ചിയിലടക്കം കൊണ്ടുവന്നിട്ട്, അവരൊന്നും ടൗൺ കണ്ടിട്ടില്ല. അവരടക്കം ഞങ്ങൾ നല്ല ഡ്രസ്സും അതൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളിവിടെ അക്കോമഡേഷൻ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഗവൺമെൻറ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങളും ചെയ്യുന്നുണ്ട് അവിടെ. അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് സ്വരൂപിക്കുന്നത്. പല CSR ഫണ്ടും പല കാര്യങ്ങളൊക്കെ വന്നിട്ട്. ലാൽ സാറ് കുറേ 1-2 വർഷമൊക്കെ ഞങ്ങൾക്ക് പൈസ നല്ല ടൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പടം ചെയ്യുമ്പോഴും ഒരു 4-5 പടം ചെയ്യുന്ന സമയത്ത് 10 ലക്ഷം വെച്ചിട്ടൊക്കെ ഇട്ട് തരുമായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾ പറഞ്ഞ് വെക്കൂ, ഞങ്ങളിങ്ങനെ മാനേജ് ചെയ്യാം. അപ്പം ഇത് മാനേജ് ചെയ്യുന്നതിൽ ഇപ്പം ഇതെല്ലാം കൂടെ നിൽക്കുന്ന സമയത്ത് ചിലർ സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് സംസാരിക്കും. വിശ്വശാന്തി ഞങ്ങളാണ് കൊണ്ടു നടക്കുന്നത്. ഞാൻ ലാൽ സാറിൻ്റെ കൂടെ കാണാമല്ലോ നിങ്ങൾക്ക് എല്ലാവരും. അപ്പം ഇങ്ങനെയുള്ള കുറേ ചീപ്പ് സ്ട്രെസ് ഉണ്ട്. ലെറ്റ് മീ ടെൽ യു ദാറ്റ് എനിക്ക് മീഡിയ അറ്റൻഷനൊന്നും വേണ്ട. എനിക്ക് മേജർ രവി എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് ജനങ്ങൾക്കറിയാൻ ഞാൻ എന്തെല്ലാം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന ചാരിറ്റികളും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നവർക്ക് ഞാൻ എടുത്ത് പൈസ കൊടുക്കും. എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ എൻ്റെ അടുത്ത് ചോദിക്കില്ല. കാരണം അവർക്കറിയാം അവരെ ഞാൻ സെറ്റിലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടുണ്ടാക്കുന്ന പൈസയാണ്. ഇതെനിക്ക് തോന്നുന്നവർക്ക്. ചിലർ വന്നിട്ട് ഇയാൾക്ക് ഇപ്പം ഇവിടെ ഒരു 50,000 കൊടുത്തല്ലോ, അപ്പം ഇതിപ്പോൾ ഒന്ന് കൊടുക്കില്ല ഞാൻ. കാരണം എനിക്കറിയാം ഇത് ഫ്രോഡാണെന്നുള്ളത്. എനിക്ക് ജെന്യുവനായിട്ട് തോന്നും. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാശ്, ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ക്യാഷ് കൊണ്ട് നടക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതെൻ്റെ ഒരു കാരണം എനിക്കില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. കാശ് അതിൻ്റെ വില അറിയാം. അത് തന്നെ വലിയ തറവാട്ടിലൊക്കെ ജീവിച്ചെങ്കിലും കാശില്ല. എല്ലാം ഉണ്ട്, പക്ഷെ അങ്ങനെ സമയമുണ്ട്. പട്ടിണി കിടന്ന കാലമുണ്ട്. അപ്പം അതുകൊണ്ടൊന്നും ഇപ്പം ഞാൻ റോഡ് സൈഡിലും നോക്കും. കാറിൽ പോകുന്നത് വണ്ടി എടുത്തിട്ട് അവിടെ കൊടുത്ത് ഡ്രൈവറിനെ അറിയാം, ഡ്രൈവറിനെ കാശ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു സ്വഭാവം. അല്ലാതെ മീഡിയ അറ്റൻഷന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ഇന്നലെ ഞാൻ പറയാം, എൻ്റെ അക്കാഡമിയിലത്തെ ഒരു കുട്ടി 10-27 പിള്ളേർ കൊട്ടാരക്കരയിൽ സെലക്ഷനായിട്ട് വന്നിട്ടുള്ളൊരു വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. പട്ടാളത്ത് പോകാൻ വേണ്ടിയിട്ട് അടുത്ത ആഴ്ച എല്ലാം പോവാണ്. ഒരു കുട്ടി മാത്രം, അതിൽ പേരൻസും വന്നിട്ടുണ്ട്, ഒരു കുട്ടി മാത്രം കയറി വന്നപ്പോൾ അവൻ്റെ ഷർട്ട് മുഷിഞ്ഞിരിക്കുന്നു. ഈസ് നോട്ട് ദാറ്റ് വെൽ ടു ഡു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കൂടെ വന്ന ആളുടെ അടുത്ത് വന്നിട്ടുണ്ട്, എൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയോടാ സാർ എനിക്ക് അച്ഛനും അമ്മയില്ല, അപ്പം ഇത് ചെറിയച്ഛനാണ് എന്നെ വളർത്തുന്നത്. അപ്പം തന്നെ ഞാൻ തിരിഞ്ഞിട്ട് അവിടെ ഇൻസ്ട്രക്ടർ ചോദിച്ചു,
മോനെ നീ ഫീസ് കൺസെഷൻ വല്ലതും? ആ സാർ ഞാൻ കൺസെഷൻ കൊടുത്തു, 10,000 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ ഞാൻ അവിടെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രൈവറെ വിളിച്ച് ബാഗിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ട് നിനക്കിത് ഫ്രീ, നീ പട്ടാളത്തിൽ ചേർന്ന എൻ്റെ സന്തോഷം, നിന്നെ ഞാൻ ഫ്രീ ആയി പഠിപ്പിച്ച് നിനക്ക് യൂണിഫോം ഇടിപ്പിച്ചു. ഇതൊക്കെ അപ്പം തോന്നുന്നതാണ്, ഇതൊന്നും പ്ലാനിങ് അല്ല. പക്ഷെ ആ കുട്ടി വാസ് ലിറ്ററലി ഇൻ ടിയേഴ്സ്. അവൻ്റെ ചെറിച്ചൻ വാസ് ലിറ്ററലി ക്രൈം. എനിക്കെൻ്റെ അച്ഛനമ്മ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഞാനും ചിന്തിക്കും. അവരുണ്ടായിരുന്നുകൊണ്ട് ഈ ലെവലിലൊക്കെ എത്തി. അപ്പം എത്രയോ കുട്ടികൾ അങ്ങനെയുണ്ട്. ഇതൊക്കെ ചെയ്യും ഞാൻ. അല്ല ഇവർ പറയുന്ന പോലെ എനിക്ക് മീഡിയ അറ്റൻഷൻ ഒന്നും വേണ്ട. ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ ഈ സിനിമയിൽ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് അതിന് മുന്നെയാണ് വിൽക്കുന്നത്. സിനിമ ഇറങ്ങി പണ്ടൊക്കെ നമ്മൾ വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതിപ്പോൾ അതിന് വളരെ മുന്നേ തന്നെ നമ്മൾ സിനിമ എങ്ങനെയാണ്, ആ സിനിമ എങ്ങനെ ആയിരിക്കണം, സിനിമ എങ്ങനെ കാണണം, സിനിമ കണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, സിനിമയെപ്പറ്റി നിങ്ങൾ എന്ത് അഭിപ്രായം പറയണമെന്ന് പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു സിനിമയുടെ അപ്പോൾ അങ്ങാണ് സിനിമയുടെ നിർമ്മാതാവ് അല്ലെ അങ്ങാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ സംവിധായകനെങ്കിൽ ഇതാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ റെസ്പോണ്ട്? ബിക്കോസ് അല്ല മുമ്പേ പറഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ സൗകര്യം പോലെ ഞാൻ സിനിമ ഉണ്ടാക്കി നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കാണണം എന്ന് പറയാം. മറ്റേ അങ്ങനല്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രീ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ വണ്ടി റിലീസ് ചെയ്യുന്നതിന് മുമ്പേ ബുക്ക് ചെയ്യുന്നത് പോലെ. അപ്പോൾ അതിനകത്ത് ഒരു ഉത്തരവാദിത്തം ഉണ്ടോ, അങ്ങനെ വേണ്ടതുണ്ടോ? അങ്ങനെ ഒരു സ്വന്തം അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ അമ്മ മരിച്ചാലും ശരി എനിക്ക് കാശ് കിട്ടും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം. ഞാൻ 5 സിനിമകൾ ലാൽ സാറിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ അത് മോഹൻലാലും അമിതാഭ് ബച്ചനും കൂടെ വന്നിട്ട് പോലും അത് ഫ്ലോപ്പ് എന്ന് പറയാം. എൻ്റെ ഫ്ലോപ്പ് എന്ന് പറയുന്ന സിനിമ ഞാൻ ആദ്യമേ എൻ്റെ ബജറ്റ് കീർച്ചക്ര എന്നുള്ള ഞാൻ ഇവിടെ പരസ്യമായിട്ട് പറയുകയാണ്. കീർച്ചക്ര എന്ന സിനിമ ചെയ്തത് ചൗധരി സാറിൻ്റെ അടുത്ത് 193 ആയിരുന്നു എൻ്റെ ബജറ്റ്, ഇൻക്ലൂഡിങ് മോഹൻലാൽസ് റെമുനറേഷൻ. പട്ടാളം എൻ്റെ കയ്യിലുണ്ട്, കാശ്മീർ എൻ്റെ കയ്യിലാണ്. അപ്പോൾ എനിക്കറിയാം അക്കോമഡേഷൻ അടക്കം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ ആ പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി. ചൗധരി സാർ പകുതിയായപ്പോൾ ചൗധരി സാറിന് മനസ്സിലായി ഇവൻ ഈ പറഞ്ഞ ബജറ്റിൽ ഈ പടം തീർക്കുമെന്ന്. ചൗധരി സാർ തീർക്കുമെന്ന്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, മേജർ കുറച്ചും കൂടെ ഏറ്റിടുங்க, നോ പ്രോബ്ലം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ചൗധരി സാർ ഈസ് എ ഗുഡ് ഫിലിം മേക്കർ. അപ്പം ചൗധരി സാറിൻ്റെ ഒരു പറച്ചിലുണ്ട്, மேஜர் நீங்கள் பிஸ்னஸ் கிளாஸில் ட்ராவல் பண்ணியா இல்லைனா பிரியாணி டெய்லி சாப்பிட்டியா அது படத்தில் കാണാതെ. പടത്തിൽ എന്നാ കാണും അതിന് നിങ്ങൾക്ക് 10 ബിരിയാണിയുടെ പൈസ വേണമെങ്കിലും ചിലവായിക്കും. ഓക്കെ. പക്ഷെ ഡെയിലി ബിരിയാണി സാപ്പിട്ടു എന്ന് പറഞ്ഞിട്ട് അതവിടെ കാണില്ല. ഓക്കെ. അതൊരു വളരെ ലോജിക്കലായിട്ടുള്ള സംഭവമാണ്. മൂപ്പര് പോലും അങ്ങനെയാണ്. അപ്പം എന്നാൽ എൻ്റെ അടുത്ത് ബഡ്ജറ്റ് ലാവിഷായിക്കുമെന്നത്. എന്നിട്ടും ഞാൻ ബഡ്ജറ്റ് ഇട്ട് കൊടുത്തു. അവർക്ക് എന്തോ തമിഴ് ഐറ്റം നമ്പർ വേണമെന്നൊക്കെ പറഞ്ഞ് 2:30 ആക്കി. എല്ലാം കഴിഞ്ഞ് അവസാനം ചോദിച്ചു 2:17 താം ആയിരക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് മിഷൻ 90 ഡേയ്സ് ശശിയഞ്ചരായിരുന്നു. 2:83 ഞാൻ ആ പടം തീർത്തു. ഞങ്ങൾ ബിസിനസ്സും കാര്യം മമ്മൂക്കാൻ്റെ പടത്തിൽ ബിസിനസ്സും ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് വലിയ പ്രോഫിറ്റൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് ബ്രേക്ക് ഈവനായിട്ട് ആർക്കും എൻ്റെ പടത്തിൽ നിന്ന് ഒരു നഷ്ടവും വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പടം ചെയ്തിട്ട് 22 ദിവസത്തിൽ ഷൂട്ട് ചെയ്തൊരു പടമുണ്ട്. പേര് പറയാനോ അതിൻ്റെ പ്രൊഡ്യൂസറുടെ പേര് പറയാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരൊന്നും സിനിമ ചെയ്യുന്ന വെറും സിനിമയ്ക്കല്ല, വേറെ ഇൻറ്റൻഷനാണ്. 22 ദിവസത്തിൽ ആ പടം തീർത്തു. പടം തീർത്ത് അതിനകത്ത് വളരെയധികം ഡിഫറൻസ് ഞാനും പ്രൊഡ്യൂസറും തമ്മിലുണ്ടായിട്ടുണ്ട്. ആ പടത്തിനകത്ത് 5 പെമ്പിള്ളേരെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നടക്കില്ല എന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നം. പടം കഴിഞ്ഞ് അയാൾ 4 കോടിയോളം പ്രോഫിറ്റ് ഉണ്ടാക്കി. ഒറ്റ പോസ്റ്റ് പോലും എവിടെയും ഒട്ടിച്ചിട്ടില്ല. എന്നിട്ട് അയാൾ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു, ഞാൻ പടത്തിൻ്റെ ബജറ്റ് കൂട്ടി. ആ പടം 2:87 തീർത്തത്, ഇൻക്ലൂഡിങ് എൻ്റെ ഹീറോയിൻ്റെ എല്ലാം റെമുനറേഷൻ ചാർജ്. കാശ്മീരിൽ ഷൂട്ട് ചെയ്ത പടം. പ്രൊഡ്യൂസർ അസോസിയേഷൻ ദേ ആർ ലിറ്റിൽ സെൻസിബിൾ. രഞ്ജിത്തും ഇവരൊക്കെ ആയിരുന്നു. അവർ പറഞ്ഞ് ഈ കംപ്ലയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പൊയ്ക്ക്. അങ്ങനെ ആകെ 22 ദിവസമാണ് ഈ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ പ്രൊഡ്യൂസേഴ്സാണ്, എത്ര പൈസ വരുന്നു. നീ പറയുന്ന ബജറ്റിന് തള്ളിക്കളയും, പ്രൊഡ്യൂസർ അസോസിയേഷൻ തള്ളിക്കളയും. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആരെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ എനിക്ക് സിനിമ തന്നില്ലെങ്കിലും എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. അത് ഞാൻ ചെയ്യും. അത് കാരണം വല്ല മനസ്സിലുണ്ടോ? ഉണ്ട്. അത് ഓൾറെഡി ലൈനിലാണ്. അതൊരു ലവ് സ്റ്റോറിയാണ്. അത് ഞാൻ ചെയ്യും. എനിക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല. അത് ആർട്ടിസ്റ്റ് ഇല്ലാതെയും ഞാനത് ചെയ്യും. അത് നിവിൻ പോളി പണ്ട് അഡ്വാൻസ് അടക്കം വാങ്ങിച്ചിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ പിന്നെ കറോണ ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ നിവിന് വരാനൊന്നും പറ്റില്ല, അപ്സെറ്റായിപ്പോയി. പക്ഷെ ആ പടം ഞാൻ ചെയ്തിരിക്കും. അത് ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ ഞാൻ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങളത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇയാളെ പടം ഇവിടെ റിലീസ് ചെയ്യില്ല
ഞാൻ OTT കൊടുക്കും. ഇല്ല, വെറുതെ കൊടുക്കും OTT. നിങ്ങൾ ഓക്കെ, പക്ഷെ നാലാൾ കാണും എന്നുള്ളത് എനിക്ക്. നിങ്ങൾ ആരും ചാലഞ്ച് ചെയ്യരുത്, നോക്കി കളിക്കടാന്നൊന്നും പറയരുത്. അതൊരു വലിയ അപകടമായിപ്പോയില്ലേ? അതൊരു എനിക്കറിയാം, അത് മുമ്പ് തുടങ്ങിയാണെങ്കിലും പിന്നെ ഒരു പറയേണ്ട ആളിന് പകരം അമ്മ വരുന്നു. ഇതൊക്കെ ഒരു അല്ല, ഞാൻ ചോദ്യത്തിലോട്ടൊന്ന് തിരിച്ചു വരട്ടെ വിനു. ആ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പറയും, അത് പോട്ടെ, അത് ചേച്ചിയുടെ ഒരു അമ്മയുടെ വികാരം ഞാൻ വിട്ടുകൊടുത്തു. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ചേച്ചിയോട് എനിക്ക് വലിയ ഇഷ്ടം. ഞാൻ ചേച്ചിയുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇവിടെ പടം. അത് റിലീസാകുമ്പോൾ എനിക്ക് ചേച്ചിയോട് ഒരു പ്രശ്നമില്ല. കാരണം എന്താ പറയുക, ഒരു പാവം അമ്മയുടെ വികാരം ആയിക്കോട്ടെ, അതല്ലാതെ നമ്മൾ മനസ്സിലാക്കണം. ആ കുട്ടികളെ വളർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു അമ്മ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. എൻ്റെ അമ്മ ജീവനോടുണ്ടായിരുന്നെങ്കിൽ, അമ്മയ്ക്ക് TV-യിൽ ആക്സസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് പതിച്ചമ്മ എൻ്റെ അമ്മ വരുമായിരുന്നു. സോ അതിനെക്കുറിച്ച് നമ്മൾ അല്ല, ഞാനതല്ല പറയുന്നത്. ഈ ഒരു സംവിധായകന് അതൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ബാധ്യത ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? നിങ്ങൾ യു ആർ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. വിത്തൗട്ട് യുവർ നോളജ് nothing happens. Not even a pin will drop. Nothing. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞാലും ശരി, പിന്നെ ചില ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ ഫ്രോഡ് പ്രൊഡ്യൂസർമാരുള്ള ടൈപ്പ്, ഇവർക്ക് ചെയ്യാൻ പറ്റും. ഫൈനൽ നമ്മൾ ഔട്ടങ്ങ് കൊടുത്തിട്ട് പിന്നെ ഏതെങ്കിലും ലാബിലൊക്കെ പോയി അവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പേരും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സാധിക്കും. അല്ലാതെ പടം ഫുള്ളായിട്ട് മാറ്റാവുന്നവർക്ക് സാധിക്കും. ഞാൻ ഈ സമയം നമ്മൾ അവസാനിക്കാറായതുകൊണ്ട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അവസാനം. അതായത് ഇപ്പോൾ ഒരു സിനിമ, ഇപ്പം ഞാൻ നായകനാണ്, അല്ലെങ്കിൽ മോഹൻലാൽ നായകനാണ്. നായകൻ ഈ ഒരു 4-5 ദിവസത്തിന് മുമ്പ് സിനിമ കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താൻ പിന്നെ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് മനി വന്നു. പക്ഷേ പലരും തിരിച്ചറിഞ്ഞിട്ട്, നമ്മുടെ പ്രേക്ഷകരൊന്നും പലരും തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഈ ഒരാഴ്ചക്ക് മുന്നേ ഒരു ഫൈനൽ റിവ്യൂ കണ്ടു അല്ലേ? റിവ്യൂ കണ്ടതുകൊണ്ട് എന്ത് റിലവൻസ് ആണ് അതിനകത്തുള്ളത്? കാരണം നിങ്ങൾ 10-750 തിയേറ്റർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. എക്സാക്ട്ലി. അതും പലരും എനിക്ക് തിരിച്ചറിഞ്ഞില്ല, പ്രേക്ഷകർ ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച്. നിങ്ങൾ ഈ കേൾക്കുന്ന ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ചില ഇപ്പം എന്നെ പോലുള്ള ആൾക്കാരെ ഇപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും കുറേ തെറി വിളിച്ചിട്ടുള്ള ഇതൊക്കെ കാണുമായിരിക്കും. പക്ഷെ ഞാനിതൊന്നും കാണാറില്ല. അതല്ല ഞാൻ നാളെ പറഞ്ഞത്. നമ്മൾ ഈ ബുള്ളറ്റും സാധനമൊക്കെ കണ്ടിപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയം ജീവിതത്തിൽ ഇല്ല. ഞാൻ ഒരിക്കൽ മരിക്കും എന്നുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഒറ്റ പ്രാവശ്യം മരിക്കുള്ളൂ. ഇന്നേ വരെ വിനു എവിടെയെങ്കിലും കേട്ടോ ഞാൻ അങ്ങനെ 2ാമത്തെ മരണം അറ്റൻഡ് ചെയ്യാൻ പോവാണ്, മരിപ്പോട്ടെ ഇല്ല. സൻ വൈ ആർ യു അഫ്രൈഡ് ഓഫ് എനിത്തിങ്? പിന്നെ പലർക്കും ഇത് എന്താണ് ഈ ആളെന്നുള്ളത് ഐ ഡോണ്ട് ഹാവ് ടു റിവീൽ. അത് മുട്ടുമ്പോഴേ അറിയുള്ളൂ. അത് മുട്ടുമ്പോഴേ അറിയുള്ളൂ. ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. ഐ ആം വെരി സിമ്പിൾ മാൻ. ജസ്റ്റ് ലീവ് ഇറ്റ്. നോ ബേസിക്കലി യുവർ ബാക്ക്ഗ്രൗണ്ട്, ഒരു NSG കമാൻഡോ, 2 പ്രാവശ്യം ഗ്യാരണ്ടി, അതൊക്കെ എത്ര പേർക്ക് എനിക്ക് അറിഞ്ഞൂടെ, എത്ര പേർക്ക് അറിയാമെന്ന് തന്നെ. ഇതിലൊക്കെ ഇവർ ഈ ചില അവിടെ വലിയ ഓപ്പറേഷൻസ്, മിലിറ്ററി ഇന്റലിജൻസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് യൂട്യൂബിലിരുന്ന് അവൻ ഇവൻ മര്യാദ ഇല്ലല്ലോ. മര്യാദ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമൂഹത്തിൽ കാരണം എത്ര വലിയവനാണോ അവനെ തെറി വിളിക്കാനാണ് എന്നിട്ട് ഫേമസ് ആവാൻ. അല്ല, ഒളിച്ചിരുന്നാണല്ലോ. ഒരെണ്ണം ഉണ്ണിമൂന്നിന്റെ ഒരു സംഭവം കേട്ടാണല്ലോ. അതെ അതെ, അവൻ പറഞ്ഞത് കറക്റ്റാണ്. നീ വാടാ മുമ്പിലേക്കെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിന് ഞാൻ എവിടെ ഉണ്ടത് ഒരിക്കലും കണ്ടിട്ടില്ല ഇവർ നമ്മൾ. സോ അങ്ങനെയുള്ള ആളുകൾ, ഞാൻ പറയുന്നത് എനിക്ക് പുച്ഛമായിട്ട് അത് ആ ലാംഗ്വേജ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതുപോലുള്ള ഈ മാഷി ചെക്കന്മാരൊക്കെ ജീവിക്കുന്ന സമയത്ത്, ഇവരൊക്കെ ജനിക്കുമ്പോൾ ഞാനവിടെ ബോർഡറിൽ ഇവരുടെ അച്ഛനമ്മയും വേണ്ടിയിട്ട് ഞാനവിടെ കാത്തിരിക്കുകയായിരുന്നു, കാവല്. അതുകൊണ്ടാണ് അവരൊക്കെ ജീവിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ അവരെ അച്ഛനമ്മ പഠിപ്പിച്ച സംസ്കാരം അതായിരിക്കും. ഏതെങ്കിലും വലിയ ആൾക്കാർ എന്തോ ആയിക്കോട്ടെ, പിണറായി സഖാവായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, പിണറായി സഖാവ് മുഖ്യമന്ത്രിയാണ്. കറക്റ്റ്. ഞാനും അദ്ദേഹമായിട്ട് രാഷ്ട്രീയപരമായിട്ട് വിദ്വേഷം ഉണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹത്തിനെ കയറിയിട്ട് ഞാൻ അങ്ങനെയുള്ള പറയാം, അത് നമ്മുടെ സംസ്കാരമാണ്. അതുപോലെ തന്നെയാണ് മോദിജി പ്രധാനമന്ത്രിയാണ്. പക്ഷെ മോദിജിനെ അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പണി 8 കിട്ടുമെന്നുള്ള കാരണം അദ്ദേഹം പ്രധാനമന്ത്രിയാണെന്നുള്ളത് അറിയാം. പക്ഷെ നമ്മളോട് പറയുന്ന സമയത്ത് പുച്ഛമാണ് അതൊക്കെ. ഓക്കെ, യു സേ വാട്ട് എവർ. ഒരു BJP-യുടെ വൈസ് പ്രസിഡന്റും കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ സിനിമയെ രാഷ്ട്രീയപരമായിട്ട് ഒതുക്കിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇതിനെ എവിടെയാണ് രാഷ്ട്രീയപരമായിട്ട് ഇല്ല, രാഷ്ട്രീയപരമായിട്ട് പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാ പിണറായി സഖാവ് ഈ പടം കാണാൻ പോയിരിക്കുന്നത്? പിണറായി സഖാവിനോട് ചോദിക്കട്ടെ, നിങ്ങൾ 51 വെട്ടും 61 വെട്ടും എന്നുള്ള പടങ്ങളൊക്കെ, മൊയ്തുവിൻ്റെ പടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതേ റൈറ്ററിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, ലെഫ്റ്റ് റൈറ്റ്. അതിൻ്റെ ഡയറക്ടറെ നിങ്ങളെല്ലാം കൂടെ ഒതുക്കി കളഞ്ഞില്ലേ? സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കേരള ഫയൽസ് എന്തെവിടെ വന്നപ്പോൾ ചെയ്യാം. അപ്പം അതിനെ രാഷ്ട്രീയപരമായിട്ട് BJP ഒതുക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. BJP ഇതേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ രാഷ്ട്രത്തിന് എഗൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രശ്നം ഉണ്ടാകും. കാരണം വളരെ വിഷമിച്ചിട്ടാണ് സർ
ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ രാജ്യത്തിന് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കാണുന്ന റോഡുകളും ഇവിടുത്തെ ഡെവലപ്മെൻറ്റും നിങ്ങൾ കണ്ണടച്ചാലൊന്നും അത് ഇരുട്ടാവില്ല. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ പൈസ എവിടെ നിന്ന് വന്നു? കാരണം ഒരു വിധത്തിലും ഒരു കറപ്ഷനും ഇല്ലാത്തൊരു പ്രധാനമന്ത്രി അവിടെ ഇരിപ്പുണ്ട്. 5 പൈസ അദ്ദേഹത്തിന് വേണ്ട. ആ പൈസ മുഴുവൻ വരുന്നത് നമ്മൾക്കാണ് വരുന്നത്. അത് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ താഴ്ത്തിടാൻ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ. ഒരു ചോദ്യം കൂടെ യെസ്, അവസാനമായിട്ട്, ഈ സിനിമയുമായിട്ട് അങ്ങ് ചെയ്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ എന്തിലെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ടോ? ഐ നെവർ ഗോട്ട് എനി റിഗ്രറ്റ്. ഇപ്പോഴും ചെയ്തതെല്ലാം ശരിയാണ്, എന്തോ ഒരു വിഷമം തോന്നുന്നു? ഒന്നുമില്ല. ഞാനതല്ലേ പറഞ്ഞത്, ആ അമ്മയുടെ വികാരമായിട്ട് മാത്രമേ ഞാനത് കളഞ്ഞു. ചേച്ചി പറയുന്ന പോലെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ പടത്തിനെ കുറിച്ച് കാണാൻ കൊള്ളില്ലാത്തതൊന്നും പറഞ്ഞില്ല. ഞാൻ ആ പടത്തിനെ കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട്, ഇറ്റ്സ് എ ഗുഡ് ഫിലിം മേക്കിംഗ് വൈസ്. ബട്ട് ദെൻ ആശയപരമായിട്ട് നിങ്ങൾ ലോട്ട് ഓഫ് പ്രോബ്ലംസ് യു ക്രിയേറ്റഡ് എമംഗ് ദ സൊസൈറ്റി. എനിക്കുള്ള വറീസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ മനസ്സമാധാനത്തിൽ ഹിന്ദു മുസ്ലിംസ് വളരെ സമാധാനത്തോടുകൂടെ പോവുകയാണത്. മോദി വന്നു കഴിഞ്ഞാൽ അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറഞ്ഞു. 15 വർഷമായിട്ട് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം റൈറ്റ്സ് നടന്നിട്ടില്ല. നിങ്ങൾ കൽക്കട്ടയിലൊക്കെ കാണുമായിരിക്കും, അത് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല? ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഇവിടെയും നമുക്ക് ഇഷ്ടംപോലെ മുസ്ലിംസില്ലേ പോപ്പുലേഷൻ. അപ്പോൾ അത്രയും സമാധാനത്തിൽ പോകുന്നിടത്ത് നിങ്ങളൊരു വിഷവിത്ത് അങ്ങ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടു. ചെറുപ്പക്കാരുടെ മനസ്സിനകത്ത് കാണിച്ചു, ഇതാണ് മക്കളെ നടന്നത്, ഹിന്ദുക്കളാണ് കൊന്നത്. നോ, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെ BJPയുടെ പ്രസിഡന്റ് എന്നുള്ളതല്ല, ഐ ആം എ ട്രൂ പെട്രിയോട്ട്. പിന്നെ ചിലർ പറയും പെട്രിയോട്ടിസം വിറ്റിട്ട് ജീവിക്കുന്നത്. അത് വിൽക്കാനുള്ള പ്രൊഡക്റ്റ് അല്ലാതെ അത് നിങ്ങൾക്ക് വായിക്കാനും പറ്റില്ല. അത് നിങ്ങളുടെ മനസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഐ ഗോട്ട് ടു ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ പെട്രിയോട്ടിസം ഇൻ മൈ മൈൻഡ്. ഇഫ് ഐ ഗോട്ട് സംതിങ് ദാറ്റ് ഐ വോണ്ട് ടു create a kind of hatredness in you, I can create that. But my mind will not say that, because I don't want this country to go into dogs, because we are a very communalism illade എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ആ ഒരു മതസൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഇവരെല്ലാവരും പറയുന്ന RSS മറ്റേ ഇതാണ് അതാണ് എല്ലാം. RSS ഒക്കെ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ മതസൗഹാർദ്ദം കൊണ്ടും നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇവർ പണ്ടേ നമ്മളെ തല്ലി അടുപ്പിച്ച് പിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദേ ഷുഡ് സല്യൂട്ട് ദിസ് പീപ്പിൾ. അല്ലാതെ നിങ്ങൾക്കിത് രാഷ്ട്രീയപരമായിട്ടല്ല, നിങ്ങൾക്ക് രാഷ്ട്രീയ ആവശ്യമുണ്ട്. മോദിജിനെ എങ്ങനെയെങ്കിലും താഴ്ത്തേക്ക് നിങ്ങൾ കട്ടുപിടിപ്പിച്ച കാലം ഉണ്ടായിരുന്നല്ലോ. നമ്മളിത് കണ്ടല്ല, ആ കോട്ടാല ഈ കോട്ടാല, ഹെലികോപ്റ്ററിലെ പ്രശ്നം, ഓഫേഴ്സ് വാങ്ങിച്ചാൽ അവിടെ പ്രശ്നം, അത് 2G ലക്ഷക്കണക്കിന് അങ്ങ് അടിച്ചുകൊണ്ട് പോവാണ് ഇവരെല്ലാം വീട്ടിലേക്ക്. ഇന്ന് ഇവരുടെ വീട്ടിലേക്ക് വരുമാനം കുറഞ്ഞു. അപ്പം നിങ്ങൾ എങ്ങനെയെങ്കിലും എന്തിനാ മണിശങ്കർ പാകിസ്ഥാനിൽ പോയിരുന്നെന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ? ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരോട് പറയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ആ മോദിജിനെ താഴ്ത്തിറക്ക്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇന്ത്യയിൽ ചെയ്യാമെന്ന്. ഈ രാഷ്ട്രീയ അജണ്ടകളുടെ സിനിമ ആണോ ഇപ്പം അതിൻ്റെ സമയമാണ്? മാഫിയ അജണ്ട, പെയ്ഡ് ഫിലിംസ്, അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതാണ് ഡേഞ്ചറസ്. ഈ രാഷ്ട്രീയം നിങ്ങൾ ഇതിലോട്ട് കയറ്റണം. ഇത് മനുഷ്യൻ്റെ മനസ്സിനകത്തോട്ട് ഇതങ്ങ് കയറ്റിക്കഴിഞ്ഞാൽ അവൻ പിന്നെ അണ്ടർസ്റ്റാൻഡ്, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പം എന്തായി, 370 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് അണ്ടർസ്റ്റായി. കാരണം അത് സത്യാവസ്ഥ തുറന്ന് പറയുകയാണ്. ഞാൻ 370 ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് ഓപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് കാശ്മീരിൽ. ഐ ഫേസ് ദ പ്രോബ്ലംസ്. വൈ? ബിക്കോസ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ലാൽ ചൗക്കിൽ ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ആയിരക്കണക്കിനല്ല, അപ്പുറത്ത് കണ്ടു കഴിഞ്ഞാൽ മഹാസമുദ്രം പോലെ ഇങ്ങനെ ആ റോഡും ഇതൊക്കെ ആയിട്ട് ഫുൾ ആളുകൾ, മുന്നിൽ നിൽക്കുന്ന കുട്ടികളും സ്ത്രീകളും, പിറകിൽ നമുക്ക് ഏക്കപ്പെടുന്ന പ്രൊട്യൂഡ് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഞങ്ങൾ ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് വെറും ഒരു 30 കമാൻഡോസ്, ബ്ലാക്ക് കാറ്റ്സ്, CRPFും ഇവരെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ലോക്കൽ പോലീസിൻ്റെ കയ്യിൽ വടി മാത്രമേ ഉള്ളൂ. അത് കാരണം വെച്ചാൽ അവരടുത്ത് തോക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ നിന്നിട്ട് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവർ നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ വീൽ ഫയർ ചെയ്യാനുള്ള ചെയ്തു കഴിഞ്ഞാൽ കൊള്ളുന്നത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ആയിരിക്കും. ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ കമാൻഡോസും ഞങ്ങളൊക്കെ ഒരുപക്ഷെ അവന്മാരെല്ലാവരും കൂടെ ഞങ്ങളെ കൊന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. കാരണം അങ്ങോട്ട് വലിക്കാൻ തോന്നില്ല, കുട്ടികളും ഇതാണ്. പക്ഷെ പിറകിൽ വെപ്പനുണ്ട്. നമ്മളെങ്ങനെ ഫയർ ചെയ്ത് കഴിഞ്ഞാലും മുമ്പിൽ ഇവരാണ് നിൽക്കുള്ളൂ. പക്ഷെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് അവരാരും ക്രോസ് ചെയ്തില്ല. അവിടെ വെച്ചുമ്പോഴോട്ട് അന്ന് ജഗൻമോഹൻ സാറായിരുന്നു ഗവർണർ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇഫ് യു കാൺ കൺട്രോൾ ദം ഷൂട്ടെന്ന്. പക്ഷെ അവിടെയും നമുക്ക് സാധിക്കില്ല അത് പെട്ടെന്ന്. അപ്പം ആ സമയം കണ്ടിട്ടുണ്ട് 370 ആർട്ടിക്കിളിൻ്റെ ഒരു ഹൂങ്ക്.
അത് കഴിഞ്ഞിട്ട് അന്ന് ഹിന്ദുക്ക് എൻ്റെ കോസ്മേറ്റ് പട്ടാളക്കാരൻ മേജർ പരിമു, അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനവിടെ കമാൻഡോസ് ഓപ്പറേറ്റ്, എടാ എൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? നോക്കുമ്പോൾ യുവമാരെ ഓൾറെഡി ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. പട്ടാളക്കാരൻ ഓഫീസറിൻ്റെ അവസ്ഥയായിരുന്നത്, അവനോട് ജമ്മുവിലല്ല. അപ്പം ആ സിറ്റുവേഷൻ കണ്ടിട്ടുള്ള ഞാൻ, അന്ന് പാകിസ്ഥാൻ്റെ ഫ്ലാഗുകളുണ്ടായിരുന്നു വില്ലോസ് ട്രീസിൻ്റെ മുകളിൽ, ഇതൊക്കെ നമ്മളിങ്ങനെ ഊരിക്കൊണ്ടിരിക്കും. ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ പിറകിലാണ്. ഇവിടെ 10:30, അവൻ്റെ വാച്ചിൽ 10 ഉള്ളൂ, പാകിസ്ഥാനിൽ അരമണിക്കൂർ ഡിഫറൻസ്. ഇങ്ങനെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അതും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ മാസത്തിലും കൂടെ ഞാൻ പോയി, അതിന് മുമ്പേയും 370 കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസം പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും തണുപ്പിൽ അവിടെ വണ്ടികളുടെ ട്രാഫിക് ജാമാണ്, ഇത്രയും ടൂറിസ്റ്റുകൾ. അപ്പോൾ അവരോട് ചോദിച്ചു, സാർ ഖുഷി സെ ജീരാ സാർ, ഖൂബ് കമാറ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട് സാർ. അവർക്ക് നൗ ദേ ഡോണ്ട് വാണ്ട് ദിസ് 370 ടു കം ബാക്ക്. ഹൂ വാസ് ബെനിഫിറ്റഡ് അറ്റ് ദാറ്റ് ടൈം ഇൻ ദ 370? ഞാൻ അതിൻ്റെ ഒരു പാർട്ടിയാണ്. സുപ്രീം കോടതി ഓർഡറിൽ എൻ്റെ പേരുണ്ട് അതിനകത്ത്. ബിക്കോസ് ഐ സപ്പോർട്ടഡ് 370 ആർട്ടിക്കിൾ ഷുഡ് ബി ഡെമോളിഷ്. ആ വേർഡിക്കിനകത്ത് മേജർ രവിയുടെ പേരുമുണ്ട്. ബിക്കോസ് ഐ ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. അത് ഓഫ് കോഴ്സ് ബിജു എന്ന് പറഞ്ഞ വക്കീലാണ് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്ത്. ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഈ 370 ആർട്ടിക്കിൾ കൊണ്ട് അവർക്ക് മനസ്സിലായി ആരായിരുന്നു ബെനിഫിറ്റ് ഉണ്ടായിരുന്നത്. മുഫ്തി ഫാമിലി ആൻഡ് ഫറൂഖ് അബ്ദുള്ള ഫാമിലി. ഇവർ ഗോൾഫ് കോഴ്സുകൾ, ഇവർ ക്ലബ്ബുകൾ, ആ ലാൻഡ് മുഴുവൻ ഇവരുടെ ആയിരുന്നു. അതെല്ലാം തിരിച്ച് ഗവൺമെൻറ് പിടിച്ചു. ഒരു വില്ലേജിൽ ഇലക്ട്രിസിറ്റി പോവില്ല, വെള്ളമില്ല. ഇപ്പോഴാണ് എല്ലാം പോകുന്നത്. ഇപ്പോൾ റെയിൽവേ ലൈൻ വന്നു. ഈ ഡെവലപ്മെൻറ്റാണ് ജനം കാണുന്നത്. കാരണം അവൻ്റെ ഒരു ലോറി മറ്റേ ആപ്പിൾ അവിടെ നിന്ന് പോകണമെങ്കിൽ 1,35,000 രൂപ അന്ന്, ഈ 370 മുമ്പ്, ഇപ്പോൾ ഈ റെയിൽവേ ലൈനിലേക്ക് വരെ 1,35,000 രൂപ വേണം ട്രക്കിൻ്റെ വാടക അത് ചണ്ഡീഗഡിൽ എത്തിക്കാൻ. ഓക്കെ. ഈ വാടകയാണ് ഇപ്പോൾ റെയിൽവേ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ അത് വെറും 40,000 രൂപയ്ക്ക് ഈ സാധനങ്ങൾ പോയി. അവനവിടെ 1,00,000 രൂപ ലാഭമായി. ഇതൊക്കെയാണ് അവരിപ്പോൾ കണക്കൂട്ടുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 1.5 crore ആളുകളാണ് ആ ജൂൺ ടു സെപ്റ്റംബർ വരെ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ 370 ആർട്ടിക്കിൾ അതെടുത്ത് കളഞ്ഞു, ഇത് കിടന്നു. എന്തും നിങ്ങൾ കുറ്റം പറയാൻ വേണ്ടി മാത്രം രാഷ്ട്രീയം ഉപയോഗിക്കും. അജണ്ടകൾ ഉള്ള സിനിമകൾ ഇനിയും വരും. അജണ്ടകൾ ഉള്ളത് ഇനിയും വരും. പക്ഷെ അതിനെ ഇതുപോലെ ഇനിയിപ്പം സെൻസർ ബോർഡ് ഹാസ് ടു ബി വെരി ന്യൂട്രൽ. ഇത് ശരിയല്ല എന്ന് കണ്ട് എനിക്ക് എൻ്റെ കീഴ്ചക്രം ഇറക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ ഞാൻ റേപ്പ് സീനായിരുന്നു. അന്ന് ഞാനത് കൊണ്ടുവന്നിട്ട് കുറേ ഇവർ അരമണിക്കൂർ ഡിസ്കസ് ചെയ്തിട്ടാണ് എന്നെ അകത്തേക്ക് വിളി. ഞാൻ ആദ്യത്തെ ഡയറക്ടറാണ്, ഞാൻ ആരാന്നുള്ളതൊന്നും ഇവർക്കറിയില്ല. ഒരു മേജർ രവി ചെന്നപ്പോൾ അവിടെ 2-3 ലേഡീസ് ഉണ്ടായിരുന്നു. അവർ ലേഡീസിൻ്റെ അഗൻസ്റ്റ് വല്ല അട്രോസിറ്റിയും കണ്ടു കഴിഞ്ഞാൽ അപ്പം വെട്ടാൻ പറയുന്ന ആൾക്കാരാണ്. ഒന്ന് എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ ഗണേശൻ്റെ സിസ്റ്റർ മിനിയായിരുന്നു. അപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് എന്നെ നോക്കി ചിരിക്കുന്നത് ഞാൻ പേടിച്ചിട്ട് എത്ര വെട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് റേപ്പിൻ്റെ എല്ലാം പറഞ്ഞിട്ട് ഇത് ഏത് ലാംഗ്വേജിലാണ് സെൻസർ വേണ്ടതെന്ന് വെച്ചു. അങ്ങനെയായിരുന്നു, ലാംഗ്വേജ് കുറേ ഉണ്ട്. അങ്ങനെ മലയാളം എല്ലാം പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, എല്ലാം കഴിഞ്ഞു, ഓക്കെ വി ആർ ഗിവിങ് യു US സർട്ടിഫിക്കറ്റ്. അപ്പം മാം ആ റേപ്പിൻ്റെ അവിടെ വല്ല ഒരടി പോലും ഒരു ഇഞ്ച് പോലും കട്ട് ചെയ്ത് കളയായിരുന്നു. കാരണം നിങ്ങൾ ആ റേപ്പ് വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് റേപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പക്ഷെ ഒരു കുട്ടിക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെയാണ് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ ആ റേപ്പിനകത്തുള്ള ഗ്രൂസം നിങ്ങൾ ആ ഫേസിൽ കാണിച്ച എക്സ്പ്രഷൻ, ഇത് അനുഭവിക്കുന്ന ഒരു ലേഡിയുടെ ഫേസാണ് നമ്മൾ കാണിക്കുന്നത്. അല്ലാതെ അവളുടെ ബ്ലൗസ് കീറിയതോ പെറ്റിക്കോട്ട് കീറിയതോ അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണിക്കുക. ഈ കുട്ടിയുടെ ഫേസിൽ ആ കണ്ണിലല്ലേ അഗണി കാണേണ്ടത്. അപ്പം ഞാൻ അങ്ങനെയാണ് ആ ഷോർട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് കട്ട് ചെയ്യരുതെന്ന്. അവസാനം നിറഞ്ഞ സദസ്സിൽ ഓടുമ്പോൾ ഞാൻ ഈ സംഗീത തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഞാൻ അന്ന് ഫിലിമാണ്, ഞാനിരുന്നിട്ട് എനിക്കാണ് ഒരു ഇതുപോലെ ഇതിങ്ങനെ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് 16 അടി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഞാൻ അവിടെ ഇരുന്നിട്ട് എല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് എല്ലാവർക്കും അയച്ചു കൊടുത്ത് എല്ലാ തിയേറ്ററിലും അവർ കട്ട് ചെയ്തു. അന്ന് ഫിലിം ആയതുകൊണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ പ്രശ്നം ഇത് യൂട്യൂബിലൊക്കെ പറഞ്ഞു കുറച്ച് ഡിഫിക്കൽട്ടാണ്. സോ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് വിനു. സിനിമ ഉണ്ടാക്കുമ്പോൾ പോലും ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല, നിങ്ങളത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ല, നിങ്ങൾക്കുള്ള തോന്നിയാവസ്ഥ സ്വാതന്ത്ര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ നല്ല ഭാഷയിലൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല, സെൻസർ ബോർഡിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയാൽ ചെയ്താൽ പോലെ. ഈ സിനിമ വരാൻ പാടില്ല, ആ സിനിമ വരാൻ പാടില്ല. നിങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അത് വരാൻ പാടില്ല. നിങ്ങൾ ഭരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് പാർട്ടി അപ്പം അങ്ങോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾ നോക്കട്ടെ, കാണട്ടെ, എല്ലാവരും കൂടെ പോയി മന്ത്രിമാരും എല്ലാം പ്രൊമോഷൻ അല്ലേ അത്. സോ വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്, ദാറ്റ് ഈസ് വാട്ട് യു വാണ്ട് ടു സീ. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഏതാണെങ്കിലും ഇപ്പം കേരള ഫയൽ വന്നു, ആൾക്കാർ ചോദിച്ചാൽ 300 കുട്ടികളെയാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ. അവർ കാണിച്ച് 2,400.
ഈ 2400 അതിൽ കാണിച്ചിട്ടില്ല, അതിൽ 300 ഇല്ല, ആകെ ഒരു 10-20 പിള്ളേരൊക്കെ മാറും. നിങ്ങളെങ്ങനെ ഈ ഒരു വെർഡിക്കിൽ വന്നത്? അതെവിടെയോ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൽ പറഞ്ഞാണ് 3000 ബുക്കാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന എന്താണ് 10-20 കുട്ടികളെ കൺവേർട്ട് ചെയ്യുന്നതും അവരുടെ കഥയാണത്. അപ്പോൾ അതിനെപ്പോലും നിങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആസ് ഐ സെഡ് രാജ്യത്തിൻ്റെ മൂക്കിൻ്റെ അടുത്ത് വരെ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ വളരെയധികം സംസാരിച്ച് വിചാരിച്ചതിനേക്കാളും വളരെയധികം സമയം കഴിഞ്ഞു. പക്ഷേ എന്നാലും അങ്ങയുടെ മനസ്സ് തുറന്നതിന്, അങ്ങയുടെ ഒരു പഴയ പട്ടാളക്കാരൻ്റെ ഒരു ആർജവം വളരെ ശക്തമായി ജ്വലിക്കുന്നത് ഞാൻ കാണുന്നു. ഒരു ദേശസ്നേഹിയുടെ ഒരു സ്നേഹം ഉള്ളിൽ കിടക്കുന്നതും കാണുന്നു. എന്തായാലും ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി. ഇനി ഒരിക്കൽ കാണാം. താങ്ക് യു സോ മച്ച്. ആൻഡ് പ്രേക്ഷകരുടെ അടുത്ത് ഞാൻ ഇതും കൂടെയാണ് പറയുന്നത്, ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഐ ലീവ് ആൻഡ് ഐ ഡോണ്ട് കെയർ ഫോർ ടുമോറോ. ഇന്ന് കിടക്കുന്ന സമയത്ത് ഞാൻ താങ്ക്സ് പറഞ്ഞ് കിടക്കുന്ന ഒരാളാണ്. പക്ഷേ കുട്ടികളോടും പറഞ്ഞ് മനസ്സിലാക്കുക, രാജ്യമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുള്ളൂ. അതുപോലെ തന്നെ ഈ ഡ്രഗ്സും ഇതിൻ്റെയൊക്കെ എഗൻസ്റ്റ് ആയിട്ട് അച്ഛനമ്മമാരും കൂടെ ഒന്ന് ആഞ്ഞ് പണിയെടുക്കണം. കാരണം വെറും ഗവൺമെൻറ് മുകളിൽ മാത്രം ഇതൊന്നും എടുക്കരുത്. കാരണം നമ്മളും കൂടെ ഒരു പാർട്ടാണ്. കുട്ടികളെ തിരിച്ച് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അവരെ കണ്ണ് നോക്കുക, സംസാരിക്കുക, അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇതൊക്കെ നമ്മളിനി തിരിച്ചു പിടിക്കണം. ആ ഒരു ബന്ധങ്ങളൂടെ പിടിച്ച് നമുക്ക് ലെറ്റസ് ബിൽഡ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ജാതി മത ഭേദമില്ലാത്തൊരു നല്ല സിനിമകൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.